ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മനൂസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ മറ്റൊരു കാഴ്ചയിലേക്ക്, മറ്റൊരു ആപ്പിളിൻ്റെ മരം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം നമ്മുടെ ഇവിടെ തന്നെ ഉള്ള വേറൊരു ആപ്പിൾ മരമാണ്. ഇതിപ്പം ഈ മരം ഞാൻ കാണിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരുപാട് കണ്ടോ. ഇത് ഞാൻ ഇപ്പോൾ കാണിച്ച ഒരു കൊലയാണ്. അടുത്ത് വീണ്ടും തൊട്ടടുത്ത് തന്നെ വീണ്ടും തൊട്ടടുത്ത് മറ്റൊരു കൊല നിൽക്കുന്നു. കണ്ടോ, വീണ്ടും അടുത്തൊരു വലിയ കൊല. അതേപോലെ കുറേ ഒരു കൊലയിൽ തന്നെ ഒരു 5-6 എണ്ണം, കുറഞ്ഞത് 5 എണ്ണമെങ്കിലും ഉണ്ട്. കണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇതിപ്പം ഒരു കുഞ്ഞ് മരമെന്ന് പറയാൻ പറ്റുമോ, ഇപ്പോൾ 10 വർഷമൊക്കെ 10 വർഷത്തിന് മേളിലൊക്കെ പ്രായം കാണും ഇതിൻ്റെ മരത്തിന്. ഇതൊക്കെ ഇവിടെ ആദ്യം കാഴ്ച തുടങ്ങിയ മരമാണ്, ആദ്യം കാഴ്ചയാണ്. അതാണ് ഇച്ചിരി വലിപ്പം. ഇതൊക്കെ ഒരു 30-35 ദിവസത്തെ പ്രായമൊക്കെ ഉണ്ട്. കണ്ടോ, ഇത്തിരി അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഒരെണ്ണം ഒരു 100 ഗ്രാമെങ്കിലും ഇപ്പോൾ ആയിട്ടുണ്ടാവും. ഒരു 100 ഗ്രാം കുറഞ്ഞതായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ 1, 2, 3, 4 കൊല ആയല്ലേ. അടുത്ത് കണ്ട, ഇതിലും 5 എണ്ണം ഉണ്ട്. കറക്റ്റ് 5 ആപ്പിളുണ്ട് ഇതിൽ. ഇതെല്ലാം നമുക്ക് കൈ കൊണ്ട് എത്തുന്ന കണക്കിനാണ് നിൽക്കുന്നത്. മേളിലോട്ടുള്ളത് ഞാൻ കാണിച്ചതല്ല. മേളിലോട്ടുള്ളത് ഇപ്പം കാണിക്കാൻ ഇത് എന്താണ്, സൂര്യപ്രകാശമൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നോക്കി നോക്കുക, അവിടെ കാണുന്നത് കണ്ടോ, മേളിലോട്ടൊക്കെ നിൽക്കുന്നുണ്ടോ, കണ്ടോ. അതേപോലെ മേളിലോട്ട് കുറേ ഉണ്ട്. ഇതിപ്പോൾ ഒരു ആപ്പിളിൻ്റെ മരമാണ്. വീണ്ടും അടുത്ത ആപ്പിളിൻ്റെ മരം ഞാൻ കാണിച്ചു തരാം. ഇതാണ് അടുത്ത ആപ്പിൾ. ഇത് കുഞ്ഞ് മരമാണ്. ഇപ്പം നമ്മുടെയൊക്കെ കാലിനേക്കാളും കുറച്ചുകൂടെ വണ്ണമുള്ള ഒരു ആപ്പിളാണ്. ഇത് അതിനേക്കാളും കുറച്ചുകൂടെ കുഞ്ഞ് ആപ്പിളായതേ ഉള്ളൂ. ഇതിൽ നിറച്ച് ആപ്പിൾ ഇപ്പോൾ ഉണ്ട്. കണ്ടോ, കാണുന്നുണ്ടോ, ശരിക്കും ആപ്പിളുണ്ടേ. പിന്നെ കാണുന്നുണ്ടോ, ഇതൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരുപാട് രുചിയൊന്നും ഉണ്ടാവില്ല. ഇത് ഇപ്പോൾ ഒരു ചെറിയ പുളിപ്പാവാനാണ് സാധ്യത. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഈ സമയത്ത് ഇപ്പം കഴിക്കാനൊക്കെ ഒരു ഇതാണ്. ആദ്യം 2 വർഷം മുന്നേയൊക്കെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഈ സൈസും ഞാൻ എല്ലാ ദിവസവും ഇതേപോലത്തെ ആപ്പിൾ ഇത് കണ്ടോ, എല്ലാ ദിവസവും ഇങ്ങനത്തെ ആപ്പിളൊക്കെ നമുക്കൊരു ആദ്യമായിട്ട് കാണുന്നതല്ലേ, ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു കൗതുകമല്ലേ. അങ്ങനെ നമ്മൾ ഈ സൈസും ആപ്പിളൊക്കെ വാങ്ങിച്ച് നല്ല പുളിപ്പാണ് കേട്ടോ. ഇപ്പം ഇത് നല്ല പുളിപ്പാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ആപ്പിളിൽ കുറേ വെറൈറ്റി ഉണ്ട്. പുളിപ്പുള്ളതുണ്ട്, നല്ല മധുരമുള്ളതുണ്ട്, നോർമലായിട്ടുള്ളതുണ്ട്, ചെറിയ പുളിപ്പുള്ളതുണ്ട്. ഇതിപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ നല്ല വിളഞ്ഞ ആപ്പിളില്ലേ, അത് കഴിച്ചു. അത് ചെറിയൊരു പുളിപ്പുണ്ട്. ഇത് പക്ഷേ ഇപ്പോൾ കട്ട പുളിപ്പാണ്, നല്ല പുളിപ്പ്. അത് കുഞ്ഞാപ്പിളായതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ കഴിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതും അതേപോലെ തന്നെ. ഇതിപ്പോൾ ഞാൻ കഴിച്ചു നോക്കണില്ല, ചുമ്മാ എന്തിനാ ഒരു ആപ്പിൾ കളയുന്നത്. ഇതും ഞാൻ പിന്നീട് ഇതിൻ്റെ കഴിക്കാൻ പരുവാകുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിട്ട് തരാം, കഴിക്കുന്ന വീഡിയോ എടുത്തിട്ട് തരാം. ഇതിപ്പം അടുത്ത വേറൊരു ആപ്പിളാണ്. ഇത് കുഞ്ഞൊരു ആപ്പിളാണ്. ഇതിലും അത്യാവശ്യം 1, 2, 3, 4, 5 അങ്ങനെ മേലോട്ടുണ്ട്. ഒരുപാടൊന്നും പറയാനില്ല, ഇതിൽ കുറച്ച് കുറവാണ്. ഇത് ഒരു ആപ്പിൾ മരമാണ്. ഇതിൽ പക്ഷേ ഈ വർഷമില്ല, കഴിഞ്ഞ വർഷം ഇതിൽ അത്യാവശ്യം കുറേ ആപ്പിളുണ്ടായിരുന്നു. ഇതും ഒരു ആപ്പിൾ മരമാണ്. ഇതിലും കഴിഞ്ഞ വർഷം അത്യാവശ്യം ആപ്പിളുണ്ടായിരുന്നു. ഈ വർഷം പുറമേ കാണാനൊന്നുമില്ല. ഓക്കെ, കേട്ടോ ഫ്രണ്ട്സ്. അടുത്തന്നെ ഈ ഒരു ആപ്പിൾ, ഈ മരത്തിൽ കഴിഞ്ഞ വർഷം നിറയെ ആപ്പിളുണ്ടായിരുന്നു. നിറയെ ആപ്പിളെന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ, ഒരു കൊണ്ടയിൽ തന്നെ, ഒരു കൊലയിൽ തന്നെ ഒരു 5-6 ആപ്പിളൊക്കെ. ഞാൻ ആദ്യം കാണിച്ചില്ലേ മരം, അത്രത്തോളം ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഇതിൽ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ആ മേളിൽ താഴോട്ടൊന്നുമില്ല. കഴിഞ്ഞ വർഷം നിറയെ ഉണ്ടായിരുന്നു ഈ ആപ്പിളിൽ. ഇത് ഇത്തവണ ഇല്ല. ഇത് ആപ്പിൾ കുറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇത് ഈ തണുപ്പത്തൊക്കെ ഇതിൻ്റെ ശിഖരങ്ങളില്ലേ, ബ്രാഞ്ചസ്, അതിനെ കട്ടാക്കി വിടും.
അത് ഇടുന്നതെന്ന് വെച്ചാൽ ഒന്ന് മരത്തിനെ ഒരുപാട് പടർന്ന് നിൽക്കുന്ന ഒന്ന് ഡ്രസ്സ് ചെയ്ത് വിടുന്നതാണേ. ഡ്രസ്സ് ചെയ്ത് വിടുന്നതാണ്. അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇത് കുറയാൻ കാരണം. അല്ലെങ്കിൽ എല്ലാ ആപ്പിൾ മരവും എല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കത്തൊന്നുമില്ല. ഒരു വർഷം നന്നായിട്ട് കായ്ക്കുമെങ്കിൽ ഒരു വർഷം കായ്ക്കത്തൊന്നുമില്ല. ഒരു വർഷം കുറച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്രിക്കോട്ട് എന്ന് പറയും. നമ്മുടെ അവിടെ ഒന്നും ഇത് കിട്ടില്ല. അപ്രിക്കോട്ട് എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ്. നല്ലതാണ്, എന്തോ വൈറ്റമിൻസും സംഭവങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. അത്യാവശ്യം വലിയൊരു മരമാണ്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ളതാണ്. ഇതിൽ നല്ല പഴുത്ത അപ്രിക്കോട്ടൊക്കെ നിൽപ്പുണ്ട്. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ 1-2 പറിച്ച് കഴിക്കും. അപ്പോൾ എന്താണ് ഓക്കെ ഫ്രണ്ട്സ്, ഇതിപ്പം ഞാൻ ആപ്പിളിൻ്റെ വീഡിയോ കാണിക്കാനാണ് വന്നത്. അപ്പോഴത്തേക്കാണ് ഈ മരം കൂടെ കണ്ടത്. ഞാൻ പിന്നെ ഇതുകൂടെ കാണിച്ചു. അപ്രിക്കോട്ട് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇത് സെയിം മരം തന്നെ അതിൻ്റെ പൂക്കളൊക്കെ ഉള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതുപോലുള്ള മറ്റ് കൗതുകമായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ അത് സഹായകമാവും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.